നൽകിയ ദർശനങ്ങളാണ് ഈ നാമത്തിന് കാരണം. 1758 ഫെബ്രുവരി 11 പരിശുദ്ധ അമ്മ ആദ്യമായി ഭരണതീത്തയ്ക്ക് ദർശനം നൽകുന്നത്. പതിപോലെ സഹോദരിയോടും കൂട്ടുകാരോടും കൂടെ വിളക്ക് പറക്കാൻ പോകുന്ന വഴി ഒരു ഗുഹയുടെ അടുത്തെത്തിയ ഭരണതീത്ത ഒരു അത്ഭുത കാഴ്ച കണ്ടു. ഒരു കാറ്റ്, എന്നാൽ ഇലകൾ അനങ്ങുന്നില്ല. പനിനീർ പൂക്കളുടെ സുഗന്ധം പരക്കുന്നു, എന്നാൽ പനിനീർ പൂക്കൾ വിരിയുന്ന കാലം നല്ലതാണ്. ഭരണതീത്ത അത്ഭുതത്തോടെ ചുറ്റും നോക്കി. അപ്പോഴത് ഒരു ഗുഹയ്ക്ക് മുകളിൽ തൂവെള്ള വസ്ത്രം ധരിച്ചു, നീല അരപ്പട്ട കെട്ടി വെള്ള ശിരവസ്ത്രം ധരിച്ചു ഒരു മനോഹരിയായ സ്ത്രീ. അത് പരിശുദ്ധ അമ്മയായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് കുരിശു വരച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിനു ശേഷം പരിശുദ്ധ അമ്മ അപ്രത്യക്ഷയായി. തുടർന്ന് പല ദിവസങ്ങളിലായി 18 ദർശനങ്ങൾ നൽകി. ഈ ദർശനങ്ങളിലെല്ലാം അമ്മ പല കാര്യങ്ങൾ വെളിപ്പെടുത്തി, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഫെബ്രുവരി 24 അമ്മ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് കൈകൾ കൊണ്ട് കുടിച്ചപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട ഉറവ ഇന്നും സൗഖ്യ സ്രോതസ്സായി നിലകൊള്ളുന്നു. തീർത്ഥാടകരുടെ കാഠിന്യം നിമിത്തം ഫ്രഞ്ച് ഗവൺമെന്റ് ഗ്രോട്ട് അടച്ചു പൂട്ടിയെങ്കിലും തന്റെ പുത്രനുണ്ടായ രോഗസൗഖ്യം നിമിത്തം ഈ ഗ്രോട്ട് തുറന്നു കൊടുക്കാൻ നെപ്പോളിയൻ 3 ചക്രവർത്തി നിർബന്ധിതനായി. സൗഖ്യദായക അമ്മയെ മാത്രമല്ല നാം ലൂർദിൽ കാണുക. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞുകൊണ്ട് പാപികളുടെ മനസ്സാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പരിശുദ്ധ അമ്മയെയും നാം ലൂർദിൽ കാണുന്നു. 1762 ജൂൺ 18 ലൂർദ് ദർശനങ്ങൾ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഈ ജപമാല മാസം നമുക്കും ജപമാല കൈകളിലേന്തി പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഈശോയോടൊപ്പം നടക്കാം. വിശുദ്ധ ഭരണതീത്ത